അമേരിക്കയിൽ ജൂലൈ 4-ന് ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് ഭീഷണി വന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. അമേരിക്കയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളെ ലക്ഷ്യമിട്ട് ലോൺ വോൾഫ് ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതോടെ അമേരിക്കയിലുടനീളം കടുത്ത ജാഗ്രതയാണ്. ഇറാനെയും ഹമാസിനെയും പിന്തുണയ്ക്കുന്ന ഭീകരർ അമേരിക്കയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ ലക്ഷ്യം വെക്കുമെന്നാണ് സൂചന. ചാവേർ ആക്രമണങ്ങളോ വെടിവെപ്പോ പോലെ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും ഒരു കൂട്ടത്തിനു നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെയാണ് ലോൺ വോൾഫ് ആക്രമണങ്ങൾ എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റിലെ സമീപകാല സൈനിക നടപടികളെ തുടർന്ന് വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലെ ഭീകരാക്രമണ ഭീഷണി യുഎസിന് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. FBI, ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ്, മറ്റ് നിയമനിർവഹണ ഏജൻസികൾ എന്നിവർ ജനങ്ങളോട് ജാഗ്രത പുലർത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളെ ലക്ഷ്യം വെച്ച് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാമെന്നാണ് FBI ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒറ്റപ്പെട്ട കുറ്റവാളികളിൽ നിന്നും വ്യക്തികളുടെ ചെറിയ ഗ്രൂപ്പുകളിൽ നിന്നുമാണ് ഏറ്റവും വലിയ ഭീഷണി നേരിടുന്നത് എന്നും FBI അറിയിച്ചു. ന്യൂയോർക്ക് സിറ്റിയിലെ മാസീസ് ഫയർവർക്സ് ആഘോഷം പോലുള്ള ജൂലൈ 4-ലെ പരിപാടികൾക്ക് നേരെ ഭീകരാക്രമണ ഭീഷണി ഉണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. ഭീഷണി ന്യൂയോർക്കിൽ മാത്രം ഒതുങ്ങില്ലെന്നും രാജ്യവ്യാപകമായി വലിയ ഒത്തുചേരലുകളിലേക്ക് വ്യാപിച്ചേക്കാമെന്നും ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു. പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഫെഡറൽ, പ്രാദേശിക നിയമനിർവഹണ ഏജൻസികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ജൂലൈ 4 1776-ൽ 13 അമേരിക്കൻ കോളനികൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് തങ്ങളെ തന്നെ സ്വതന്ത്രരാണെന്ന് പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനമാണ് അമേരിക്ക സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നത്. ഈ ദിനത്തിൽ അമേരിക്കൻ പൗരന്മാർ ഒത്തുചേരുകയും പരേഡുകളിൽ പങ്കെടുക്കുകയും പലയിടങ്ങളിലും വിരുന്നുകളും മറ്റു ആഘോഷ പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. ഈ ദിനം അമേരിക്കൻ പൗരന്മാർക്ക് അവരുടെ രാജ്യത്തോടുള്ള സ്നേഹവും രാജ്യസ്നേഹവും പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടിയാണ്. അമേരിക്കൻ വിപ്ലവകാലത്ത് 1776-ൽ ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് 13 കോളനികളെ നിയമപരമായി വേർപെടുത്തിയത് ജൂലൈ 2-നാണ്. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ജൂണിൽ വിർജീനിയയിലെ റിച്ചാർഡ് ഹെൻറി ലീ ഗ്രേറ്റ് ബ്രിട്ടന്റെ ഭരണത്തിൽ നിന്ന് അമേരിക്കയെ സ്വതന്ത്രമായി പ്രഖ്യാപിക്കാൻ നിർദ്ദേശിച്ച സ്വാതന്ത്ര്യ പ്രമേയം അംഗീകരിക്കാൻ വോട്ട് ചെയ്തു. സ്വാതന്ത്ര്യത്തിനായി വോട്ട് ചെയ്ത ശേഷം കോൺഗ്രസ് സ്വതന്ത്ര പ്രഖ്യാപനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഈ തീരുമാനം വിശദീകരിക്കുന്ന ഒരു പ്രസ്താവന 5 പേരുടെ കമ്മിറ്റി തയ്യാറാക്കിയിരുന്നു. തോമസ് ജെഫേഴ്സണോട് അതിന്റെ ആദ്യ കരട് എഴുതാൻ ആവശ്യപ്പെട്ടു. കമ്മിറ്റി ഓഫ് 5-ലെ മറ്റ് 4 അംഗങ്ങളുമായി ജെഫേഴ്സൺ വിപുലമായി കൂടിയാലോചിച്ചപ്പോൾ 1776 ജൂൺ 11-നും 1776 ജൂൺ 28-നും ഇടയിൽ 17 ദിവസങ്ങളായി ഒറ്റപ്പെട്ടാണ് അദ്ദേഹം സ്വാതന്ത്ര്യ പ്രഖ്യാപനം പ്രധാനമായും എഴുതിയത്. ഫിലാഡൽഫിയയിലെ 700 മാർക്കറ്റ് സ്ട്രീറ്റിലെ 3 നിലകളുള്ള ഒരു സ്വകാര്യ വീട്ടിൽ ഇപ്പോൾ ഡിക്ലറേഷൻ ഹൗസ് എന്നറിയപ്പെടുന്ന ഇൻഡിപെൻഡൻസ് ഹാളിൽ നിന്ന് നടക്കാവുന്ന ദുരന്തത്തിൽ അദ്ദേഹം വാടകയ്ക്കെടുത്തിരുന്ന 2-ാം നിലയിൽ നിന്നാണ് അദ്ദേഹം സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതിയത്. അടിമക്കച്ചവടം ഇറക്കുമതി ചെയ്യുന്നതിന് ജോർജ് 3-ാമൻ രാജാവിനെതിരെ ജെഫേഴ്സ് നടത്തിയ ശക്തമായ വിമർശനം നീക്കം ചെയ്തുകൊണ്ട് പ്രഖ്യാപനത്തിന്റെ പദപ്രയോഗങ്ങൾ കോൺഗ്രസ് ചർച്ച ചെയ്യുകയും പരിഷ്കരിക്കുകയും ചെയ്തു. ഒടുവിൽ 2 ദിവസത്തിന് ശേഷം ജൂലൈ 4-ന് അത് അംഗീകരിക്കുകയായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.